ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയല്ലോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലുള്ള പഴയ ഫ്ലാസ്ക് ഒക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഈ പഴയ ഒരു ഫ്ലാസ്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഈ അവധിക്കാലത്ത് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ പുതിയൊരെണ്ണം വാങ്ങാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇതുപോലുള്ള പഴയ ഫ്ലാസ്ക് ഒക്കെ കളയല്ലേ. അപ്പോൾ കളയണ്ട, നമുക്ക് ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ക്രാഫ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇതുപോലുള്ള വാക്വം ഫ്ലാസ്ക് വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലെ കളേർഡായിട്ടുള്ള ഫ്ലാസ്ക് ഒന്നും വാങ്ങിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ആ ഒരു സ്റ്റീലിൻ്റെ കളർ തന്നെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നോളും. ഇതുപോലെ കളേർഡായിട്ട് വരുന്നതൊക്കെ എപ്പോഴും കളർ ഫെയ്ഡായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രാച്ചൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം ഈ കളറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അതിനായിട്ട് സ്ക്രബ്ബർ ഇരിപ്പുണ്ടെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ തിന്നർ യൂസ് ചെയ്തുകൊണ്ട് നല്ലതുപോലെ നമുക്കിതിൻ്റെ കളറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തിന്നർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ തുടച്ചെടുത്തപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൽ അടിച്ചു കൊടുക്കാനുള്ള ഒരു കളർ മിക്സ് ചെയ്യണം. അപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്. ഒന്നൊരു ഫ്ലഷ് ടിൻറ്റും പിന്നെ ഒരു ക്രിംസൺ എന്ന് പറഞ്ഞ 2 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 നല്ലതുപോലെ മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു ന്യൂഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, ഒരു പ്രത്യേകതരം നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളറ്. ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് പോലെ എന്ന് പറയാം, എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്കിത് ആ ഒരു ഫ്ലാസ്കിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബേസ് കോട്ടൊന്നും അടിക്കാത്തത് കാരണം ഈ ഒരു കളറ് നമ്മൾ 2 പ്രാവശ്യം തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലാണ് കറക്റ്റ് ഈ ഒരു കളർ നമുക്ക് എടുത്ത് കാണുള്ളൂ. അപ്പോൾ മുകളിലത്തെ കുറച്ച് പോർഷൻ അധികം നീറ്റായിട്ട് ചെയ്തില്ല, കാരണം അവിടെ നമുക്ക് വേറൊരു പണിയുണ്ട്. അപ്പോൾ കളറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൂളൻ ത്രെഡ് എടുക്കണം. ഞാനിവിടെ വൈറ്റ് കളർ വൂളൻ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു പോർഷനിലോട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ചുറ്റിയെടുക്കാം. അപ്പോൾ സാധാരണ ഗ്ലൂ വെച്ചിട്ടാണ് ചുറ്റിയെടുക്കുന്നത്. ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞുകുട്ടികൾക്കൊക്കെ എളുപ്പം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ത്രെഡ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുക്കാനാണ് ഇത്തിരി പാടുള്ളത്. അപ്പം അങ്ങനെ പാടുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഏറ്റവും മുകളിൽ വരെ നമുക്കിതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതേ അങ്ങനെ നമ്മൾ ത്രെഡൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കൂടെ കടന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. ഇതേ നമ്മൾ കയ്യിലുള്ള കുറച്ച് സ്റ്റോൺസും അതുപോലെ മുത്തുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതൊരു അടിപൊളി ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കിതുപോലെ ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോം ഡെക്കോറായിട്ട് ഫ്ലവറൊന്നും ഇല്ലാതെ തന്നെ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.